രണ്ട് കാര്യങ്ങൾ ഒരേ ദിവസം സംഭവിക്കുന്നു എന്നൊരു പ്രത്യേകതയുള്ള ദിനമാണിന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതായത് ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണ ദിനമാണിന്ന്. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 മാസം പൂർത്തിയാക്കുകയാണ്. ഈ 2 മാസം പിന്നിടുമ്പോൾ വി ഡി സതീശൻ സർക്കാരുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഉള്ളിൽ, അതായത് സാധാരണയായി UDF അധികാരത്തിലെത്തിയാൽ നയങ്ങൾക്കെതിരെ, തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത്, സമരം ചെയ്യുന്നത്, വിമർശനം ഉന്നയിക്കുന്നതൊക്കെ പ്രതിപക്ഷ കക്ഷികളാണ്. അങ്ങനെ നോക്കിയാൽ LDF-ഉം BJP-യുമാണ് അത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചയെ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് വേണം, ഒരു UDF-ൻ്റെ സർക്കാർ അധികാരമേറ്റ് 2 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിക്ക് നേരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഔദ്യോഗിക വിഭാഗം തുറന്ന പോരിലേക്ക് പോകുന്ന അസാധാരണമായൊരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇത് മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പഴി മുഴുവൻ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെയൊക്കെ നേരത്തെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇനി അത്തരത്തിലുള്ള പ്രതിരോധങ്ങളൊന്നും സാധ്യമല്ല. കാരണം 2 ചേരികളായി നിന്നുകൊണ്ട് 2 നേതൃത്വങ്ങൾക്കും നേതാക്കൾക്കും വേണ്ടി പരസ്യ പ്രതികരണവുമായി യുവ നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ രംഗത്തെത്തുന്ന അസാധാരണമായ കാഴ്ചകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ചേകർ പുഞ്ചിരിച്ചുകൊണ്ട് തൊട്ടടുത്ത്, അതായത് ഒരു 5 സെന്റിമീറ്റർ തുടങ്ങി വെച്ചത് തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ കൂടി ഞാനൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിലെത്തിയ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങളാണ്. അവിടെ ഇതാ നമുക്ക് മോൻസ് ജോസഫിനെ കാണാൻ സാധിക്കുന്നുണ്ട്, T സിദ്ദിഖിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മറ്റ് നേതാക്കൾ എല്ലാവരുമുണ്ട്. ഇപ്പോഴിതാ പ്രേക്ഷകർ സ്ക്രീനിന്റെ മറ്റൊരു വിൻഡോയിൽ കാണുന്നത് ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നതാണ്. ആ വേദിയിലേക്ക് പോയാൽ അവിടെ ഒരാളുടെ അഭാവം അത് നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ അഭാവം തന്നെയാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ UDF അധികാരത്തിൽ വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അധികാരത്തിൽ വന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ 10 വർഷങ്ങൾക്ക് ശേഷം UDF അധികാരത്തിൽ വരുമ്പോൾ ആ UDF-ന്റെ അവസാന മുഖ്യമന്ത്രി, അതായത് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പ് അവസാന മുഖ്യമന്ത്രിയായിരുന്നത് ഇതേ ഉമ്മൻചാണ്ടി തന്നെയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ അവിടെ സാന്നിധ്യമാകേണ്ട VD സതീശൻ ഇല്ല. മറിച്ച് ഇപ്പോഴിതാ KC വേണുഗോപാലാണ് ആ ചടങ്ങിന്റെ ഉദ്ഘാടകൻ എന്നതാണ് ആ ദൃശ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് VD സതീശനെതിരായ പടയൊരുക്കം ശക്തമാകുന്നതും. നമ്മൾ പെട്ടെന്നൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ VD സതീശനെതിരെ ഒരു അട്ടിമറി നീക്കം, അങ്ങനെയൊന്നും ഇതിനെയൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് കൃത്യമായ ഒരു സന്ദേശമാണ്. പാർട്ടിക്കുള്ളിൽ VD സതീശൻ ഒരു വഴിക്കും നേതൃത്വം മറുവഴിക്കും എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള കൃത്യമായ പ്രതികരണങ്ങൾ, അത്തരത്തിലുള്ള അസാധാരണമായ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ്റെ അസാന്നിധ്യം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതും KC വേണുഗോപാലിൻ്റെ സാന്നിധ്യം ഇത്രയേറെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ സമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പുതുപ്പള്ളിയിൽ ആ ചടങ്ങുകൾ നടന്നത്. എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കോട്ടയത്തുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം, ഒരു 1-2 മണിക്കൂറിനകം അദ്ദേഹം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തും. അദ്ദേഹത്തോടൊപ്പം ഏതൊക്കെ നേതാക്കൾ അവിടേക്ക് എത്തും, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ എല്ലാവരും VD സതീശനൊപ്പം കാണും. പക്ഷേ അദ്ദേഹം നേരത്തെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അല്പം വൈകിയാണെങ്കിലും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു ചാണ്ടി ഉമ്മൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. ഇനി അത് എത്ര വലിയ തിരക്കായിരുന്നാലും ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ഒരു നേതാവിൻ്റെ അനുസ്മരണ സമ്മേളനം ഔദ്യോഗികമായി പാർട്ടി നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയാതെ മാറി നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം മുഖ്യമന്ത്രി VD സതീശന് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അണിവിടെ അതിൽ നിന്ന് മാറുന്നില്ല. ആ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. മറുചേരി അതിൽ കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്
ഇന്നലെ ഉൾപ്പെടെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെ ലെവലേശം പരിഗണിക്കാതെയാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി തീരുമാനങ്ങളുമായി മുമ്പോട്ട്